ഞങ്ങളുടെ അവസാനത്തെ കുഞ്ഞുമണീനെ ഇന്ന് കൊടുത്തു വിടുകയാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും നല്ല ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷേ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളവിടെ കൊടുത്തു വിടുന്നത്. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ട്. ചെറിയ വിഷമമല്ല, നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ മണിക്കുഞ്ഞിൻ്റെ അവസാനത്തെ കുഞ്ഞുമണീനെ ഞങ്ങൾ കൊടുത്തു വിടുകയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതുവരെ പോയ കുഞ്ഞുമണികളൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ ചെന്നാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ അവരെ നോക്കാൻ, പൊന്നുപോലെ നോക്കാൻ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ മണിക്കുട്ടിക്ക് പിന്നെ ഞങ്ങളുണ്ട് ഇവിടെ. മണിക്കുട്ടിക്ക് കുറച്ച് 2 ദിവസമേ വിഷമം ഉണ്ടാവുള്ളൂ. കാരണം ഇത് അവസാനത്തെ കുട്ടിയല്ലേ, ഇതുവരെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവസാനത്തെ കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. മുണ്ട് പിടിച്ച് വലിക്കുന്നുണ്ട് കുഞ്ഞുമണി. അപ്പൊ മണിക്കുട്ടി അതിനെ തടയാൻ പോകുന്നുണ്ട് കേട്ടാ. ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, ചെയ്യരുത് എന്ന് പറയാളോട്. അപ്പൊ മണിക്കുട്ടീനെ ഞങ്ങളിനി ഇവിടെ വന്ധ്യംകരിക്കാൻ പോവുകയാണ്. അപ്പം ഇനി ഈ പ്രശ്നങ്ങളില്ല ഞങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള 7 കുട്ടികൾ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അവർ പോയിരിക്കുന്നതൊക്കെ വളരെ വളരെ നല്ല സ്ഥലങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. മണിക്കുട്ടിക്ക് മാത്രമേ ചെറിയൊരു വിഷമം 2 ദിവസം ഉണ്ടാവുള്ളൂ. അതിന് ഞങ്ങളുണ്ട് അവളുടെ കൂടെ, അവളുടെ വിഷമം തീർക്കാനായിട്ട്. പിന്നെ കുട്ടൂസും ഉക്രപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുമണിക്ക് അറിയില്ല കുഞ്ഞുമണി പോവുകയാണെന്നുള്ളത്. ഇവർക്കും അറിയില്ല, മണിക്കുട്ടിക്കും അറിയില്ല ഇപ്പോൾ കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷേ ഇവിടെ വളർത്താനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമണീനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്ന ഒരു വീട്ടിലേക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. ആലപ്പുഴയ്ക്കാണ് കുഞ്ഞുമണി പോകുന്നത്. കുഞ്ഞുമണിക്ക് അവർ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ പേര് മറന്നുപോയി. അവർ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ പേര് മറന്നുപോയി കേട്ടോ. പോവല്ലേ നമ്മൾ? പോവല്ലേ? പോവാട്ടാ, ഇനി പോവാട്ടാ. മതി പോവാ. അവിടെ ട്രാൻസ്പോർട്ട് കമ്പനി അവിടെ എത്താറായിട്ടുണ്ട്. അവർ വിളിച്ചിരുന്നു. അവരിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു റണ്ണിങ് 10-15-20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ഏതായാലും കുട്ടൂസ് ഉണ്ട് അവിടെ, ഉക്രപ്പൻ്റെ അടുത്തേക്ക് വന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം. കുട്ടൂസിനെ നോക്കണം. ഉക്രപ്പനൊക്കെ ആയിട്ട് ഇപ്പോൾ കുഞ്ഞുമണി നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവളെയാണ് ഞങ്ങളുടെ കൂടെ 55 ദിവസം ഉണ്ടായ കുട്ടി ഇവളാണ്. ബാക്കിയുള്ളവരൊക്കെ 20 ദിവസം, 25 ദിവസം, 30 ദിവസം ഒക്കെ ആകുമ്പോൾ പോയി. ഇവള് 55 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളായിട്ട് വളരെ അടുത്ത വളരെ അറ്റാച്ച്മെൻ്റ് ആയി ഇവൾക്ക്. അതുപോലെ തന്നെ എന്താ പറയുക, മറ്റേ കുട്ടി പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ പിന്നെ ഇവള് മാത്രമായിരുന്നു ഞങ്ങൾക്ക് നോക്കാനായിട്ട്. ഞങ്ങൾക്കും മണിക്കുട്ടിക്കും എല്ലാവർക്കും നോക്കാനായിട്ട് ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉക്രപ്പ ചേട്ടത്തിയുടെ കോഴിക്കോടിൻ്റെ അടിയിലാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ മണിക്കുട്ടി പ്രസവിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ മണിക്കുട്ടീനെ 7 കുട്ടികളെ എടുത്തുള്ളത് കേട്ടോ. അമ്മ പാല് കൊടുത്തു. ഏയ് അതൊന്നും ചെയ്യില്ല. ഇല്ല. കടിക്കണോക്കെ അവളും കടിക്കണ്ടാ. മണിക്കുട്ടിയും കുഞ്ഞുമണിയും കടിക്കണ്ട്. പിന്നാലെ നടന്ന് കടിക്കണവള്, പിന്നാലെ നടന്ന് കടിക്കുക. കൊണ്ടുപോണ്ടെന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി. കൊണ്ടുപോണ്ടെന്ന് അവിടെ വയ്ക്കാളന്നെ. ഞങ്ങൾ കുഞ്ഞുമണിനൊന്ന് കുളിപ്പിക്കാനായിട്ടാ. കാരണം എന്താ വെച്ചാൽ അവളെ ആ ചുവന്ന മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് അവളുടെ വെളുത്ത ദേഹം മുഴുവൻ ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് അവളെ കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട് നന്നായി ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിപ്പിക്കുകയാണ്.
ഷാമ്പു ഒന്നും ഇടുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദേഹത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അവൾ കുറേശ്ശെ കരയുന്നുണ്ട് കേട്ടോ. അത് പച്ചവെള്ളം തണുത്ത വെള്ളം ആയതുകൊണ്ടാന്ന് തോന്നുന്നു, അവൾക്ക് തണുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു, തണുത്ത വെള്ളം ദേഹത്താകുമ്പോൾ അവൾ കുറേശ്ശെ കരയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് അവളെ കൊടുത്തു വിടാമെന്ന് കരുതി ഞങ്ങൾ. ഇവളെ കൊടുത്തു വിടുന്നതിന് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അതുപോലെ മണിക്കുട്ടിക്കും വിഷമമുണ്ടാവും. പക്ഷേ കൊടുത്തു വിടാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പലപ്പോഴായിട്ട് ഞങ്ങളുടെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുമണികളെ ഞങ്ങൾ ഇവിടെ നിർത്താതെ കൊടുത്തു വിടുന്നതെന്ന്. അപ്പോൾ ഇവളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഈ 7 മക്കളിലെ ഏറ്റവും കൂടുതൽ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. അവൾ 55 ദിവസം അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ കുഞ്ഞുങ്ങൾ 20 ദിവസം, 25 ദിവസം, 30 ദിവസമൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ അവസാനത്തെ കുട്ടി പോയിട്ടും ഒരാഴ്ചയിലും കൂടുതലായി. അപ്പോൾ ഈ 55 ദിവസം ഇവൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഈ അവസാനത്തെ ഈ ഒരാഴ്ച ഇവൾ മാത്രമായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഈ മണിക്കുട്ടിയുടെ ഒക്കെ കൂടെ. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ മുഴുവൻ സ്നേഹം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവൾക്കും ഞങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കൊടുത്തു വിടുകയാണ്. പിന്നെ ഞങ്ങൾക്കൊരു സംതൃപ്തിയും സന്തോഷമൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ, ഇവരെ ഞങ്ങൾ വല്ല തെരുവിലേക്കോ അതുപോലെ വല്ല മാർക്കറ്റിലോ ഒന്നും കൊണ്ടുവിട്ടില്ല. ഇവരെല്ലാം നന്നായി സംരക്ഷിക്കുന്ന, നന്നായി സന്തോഷത്തോടു കൂടി വളർത്തുന്ന കൈകളിലേക്കാണ് ഇവരെല്ലാവരും ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ളൊരു സംതൃപ്തി ഞങ്ങൾക്കുണ്ട്. എല്ലാ കുട്ടികളും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും വീഡിയോസ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇവളവിടെ ചെന്നതിന് ശേഷമുള്ള വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം അവൾ ബിഹേവ് ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കാണണം എല്ലാവരും. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. പിന്നെ ഞങ്ങൾ ഈ കൊടുത്തു വിട്ട കുട്ടികളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുന്നുണ്ട്. എല്ലാവരുടെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ പേരും ഞങ്ങൾക്ക് അറിയാം. ആദ്യത്തെ കുട്ടീനെ ഞങ്ങൾ കൊടുത്തു വിട്ടത് ഷൊർണൂർക്കാണ് കേട്ടോ. അവളുടെ പേര് ഡോറ എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2 കുട്ടികളെ, ഒന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒന്ന് മാവേലിക്കരയ്ക്ക് ഒരുമിച്ച് കൊടുത്തു വിട്ടു. മൂവാറ്റുപുഴയ്ക്ക് പോയി അവൻ്റെ പേര് ജിമ്മി എന്നാണ്. മാവേലിക്കരയ്ക്ക് പോയ കുട്ടിയുടെ പേര് ചിക്കു എന്നാണ്. അവർ രണ്ടാളും ഒരേ ദിവസമാണ് പോയത്. പിന്നെ അടുത്ത കുട്ടികൾ 2 പോയത് കൊല്ലം ആയൂർക്ക് ഒരു കുട്ടി പോയി, കൊട്ടാരക്കരയ്ക്ക് ഒരു കുട്ടി പോയി. അതിൽ കൊല്ലത്തേക്ക് പോയി അവൻ്റെ പേര് അലോഖ എന്നാണ്. അവനെ എല്ലാ ദിവസവും ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ അവൻ്റെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് അവർ ഷോർട്സായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഏഞ്ചൽ വിങ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവനെ കാണാൻ ശ്രമിക്കാം. പിന്നെ പോയത് കൊട്ടാരക്കരയ്ക്ക് പോയി, അവൻ്റെ പേര് കുട്ടൂസ് എന്നാണ്. പക്ഷേ അവർ സ്നേഹത്തോടു കൂടി അവനെ കുട്ടു എന്നാണ് വിളിക്കുന്നത്. പിന്നെ പോയ കുട്ടി കോട്ടയത്തേക്കാണ് പോയത്. അവളുടെ പേര് റൂബി എന്നാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവളെ പോകുന്നത് ആലപ്പുഴയ്ക്കാണ്. ആലപ്പുഴ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവളുടെ പേര് മോട്ടി എന്നാണ് കേട്ടോ. പിന്നെന്താ പ്രശ്നം? പപ്പീൻ്റെ കേട്ടോ. പാല് വെച്ചോട്ടെ, അങ്ങോട്ട് പോക്കോ, പാല് വെച്ചോട്ടെ. എന്തേ ഇതിലിരുന്നോ കേട്ടോ. ഇതിലിരുന്നോ കേട്ടോ. അപ്പോൾ തുണി കൊണ്ടുവരാം. അതാ മണിക്കുട്ടി നോക്കും. മണിക്കുട്ടി വന്നു. അവിടെ പൊക്കോട്ടെ കേട്ടോ. അവിടെ എവിടിച്ചോ ഓടുന്നത്? നമുക്ക് പോകണ്ടേ? അത് പൊക്കോട്ടെ കേട്ടോ. പപ്പീൻ്റെ കേട്ടോ. അവൾ നല്ല സ്ഥലത്തേച്ചാൽ പോകണം കേട്ടോ.
അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഇരിക്കേ ഇരിക്കേ ഇരിക്കേ. ഇവള് കുറച്ചൊന്നും വലുതായതുകൊണ്ടേ ഇവള് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഇരിച്ചോ അവിടെ ഒന്നടിച്ചാ. ഞങ്ങളിതാ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മണിക്കുട്ടീനെയായിട്ട് കുഞ്ഞുമണീനായിട്ട് എത്തിയിട്ടുണ്ട്. അവളെ ഞങ്ങൾ കൊട്ടയിലാക്കിയില്ല, അവൾ ചാട് കൊട്ടയിൽ നിന്ന്. അത് ഞങ്ങൾ ഇവിടെ വൈഫ് ഇവിടെ എടുത്തിരുന്നു, സ്കൂട്ടിയിലാണ് വന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എന്തിട്ട് പറയണേ പപ്പ, എന്തിട്ട് പറയണത് പപ്പ? ഞാൻ ഇവരുടെ വണ്ടി ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരുമ്പോൾ ആ ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ട് ഇവിടെ ഞങ്ങളങ്ങ് കൊടുക്കൂട്ടാ. മണിക്കുട്ടിക്ക് ചെറിയൊരു വിഷമമുണ്ട് ഇവിടെ പോകുമ്പോൾ. പിന്നെ ഞങ്ങളുണ്ടല്ലോ അവിടെ വിഷമമൊക്കെ ഞങ്ങൾ തീർത്ത് കൊടുക്കാം. ഇവൾക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നല്ല സ്ഥലത്തേക്കാണ് ഇവൾ പോകുന്നത്. നല്ല പൊന്നുപോലെ നോക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് എല്ലാ മക്കളും പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവർ കൊച്ചുങ്ങളല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ആണെങ്കിലാണ് ഇവരെ നമ്മൾ മാറ്റി കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് വിഷമം ഉണ്ടാവുള്ളത്. കൊച്ചുങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അല്ലേ? അപ്പം എന്തൊട്ട് ഈ പറയണത്? അപ്പം എന്തൊട്ട് ഈ പറയണത്? ഇവിടെ അമ്മയോ? അമ്മ ഇവിടെ പൈസ അവിടെ തരും കേട്ടോ. ശരി, ഇത് നമ്മൾ കാണില്ല. 14 കുട്ടികളെ കിട്ടും. ആദ്യം നല്ല ആദ്യം മണിക്കുട്ടിയുടെ വിഷമമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവൾ കുട്ടൂസിനായിട്ട് നല്ല കളി തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ. ഒരു ദിവസം അവൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അവളുടെ വിഷമമൊക്കെ മാറി. ഇപ്പോൾ അവൾ പണ്ടത്തെ പോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി 1-2 ആഴ്ചകളൊക്കെ കൂടി അവൾ കുട്ടികളെ നോക്കുമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പതുക്കെ ഒഴിവാക്കും. പിന്നെ വേറൊരു ഡോഗിനെ കാണുന്ന പോലെ അവൾ കുട്ടികളൊക്കെ കാണുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവരുടെ നേച്ചർ. പിന്നെ ഇവർ കുട്ടികൾ പോയാലിപ്പോൾ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട്, നിങ്ങൾക്കും നല്ല വിഷമമുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ ജനിച്ച് വീണിടുമ്പോൾ തൊട്ടിട്ട് കണ്ണ് മിടിക്കണേക്കാട്ടി മുന്നേ ആ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് പലരും അതുപോലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ഇവിടെ നിർത്തണ്ട, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയേ, കണ്ണ് മിടിക്കണേക്കാട്ടി മുന്നേ കൊണ്ടുപോയി കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഇടവരുത്താതെ എല്ലാ കുട്ടികളെയും അവരെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്ന, അവരെ നന്നായി സംരക്ഷിക്കുന്ന കൈകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല സ്ഥലങ്ങളിലാണ് എത്തപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുന്നു. എല്ലാവരും വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ഇന്ന് കൊടുത്തയച്ച ഈ കുഞ്ഞുമണിയുടെ വീഡിയോ ഇതിൻ്റെ അവസാനമുണ്ട്. എല്ലാവരും അത് കാണണം. ഉക്കുരുവോ മണി ചെയ്യട്ടോ കേട്ടോ. മണിയെ ഇതെവിടാ, ഏത് വീടാന്നൊക്കെ നോക്കുക. ഇഞ്ഞെന്നേ ദേ ഓടിക്കയറുന്നുണ്ട. വാ, ഇനി ഓടി വാ കുഞ്ഞ്, ഓടി വാ, ഓടിയോ കുഞ്ഞ്, കുഞ്ഞോടി വാ, ഓടി വാടാ, ബാവേ ബാ, ഓടി വാ, ബാ കുഞ്ഞോടി വാ, ഇങ്ങോട്ട് ഓടി വന്നേ, കുഞ്ഞോടി വാ, ഇങ്ങോട്ടോ ബാ, കുഞ്ഞോടി വാ. കുഞ്ഞിൻ്റെ വീടാ ഇത്, കണ്ട? കുഞ്ഞിനോടി നടക്കാൻ പാകത്തി സ്ഥലമുണ്ട്, കണ്ടോ കുഞ്ഞാവേ? ഇതാ കുഞ്ഞാവേ, പാല് കുടിച്ചോ? ഇതേ ബാക്കി കൂടെ പാലുണ്ട്, പോയി കുടിച്ചേ, കുടിച്ചേ, പാല് കുടിച്ചേ, പാല് കുടിച്ചേടാ വാവേ. ഓ, വീട്ടിലോടൊക്കെ കയറി പോകുന്നുണ്ടോ? ഇവിടെ വാ, അച്ഛൻ തല്ലു, ഇങ്ങ് വാ, അച്ഛൻ തല്ലുവേ, ഇങ്ങോട്ട് ഓടി വാ, ഓടി വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ.